നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇതാണോ നവകേരള നിർമ്മാണം? കണ്ടില്ലേ ബാവലിപ്പുഴ കിടക്കുന്നത്? പ്രളയത്തിൽ തകർന്ന കണ്ണൂർ ജില്ലയുടെ ഏത് ഭാഗത്താണ് നവകേരളം നിർമ്മിക്കാൻ സഹായം തന്നത്? തകർന്ന് തരിപ്പണമായ ഗ്രാമങ്ങൾ, വഴിമാറി ഒഴുകിയ ഉത്തര കേരളത്തിൽ വനത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന ഏറ്റവും വലിയ നദിയായ ബാവലിപ്പുഴ. പുഴ വഴിമാറി ഒഴുകി ഉണ്ടായ നൂറുകണക്കിന് കോടികളുടെ നഷ്ടം, കൃഷിഭൂമിയിൽ കയറി പുഴ പോയ നഷ്ടം, വീടുകൾ പോയവർ, തകർന്ന പാലങ്ങൾ, തടയണകൾ, ചപ്പാത്തുകൾ, അങ്ങനെ എല്ലാം കൊണ്ടും പ്രളയത്തിന്റെ ബാക്കിയായ ഒരു ശവപ്പറമ്പായി കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ പ്രദേശം തരിപ്പണമായി കിടക്കുന്നു. ബാവലിപ്പുഴ ഇപ്പോൾ ഒഴുകുന്നത് ഇക്കാലം അത്രയും നികുതി ഒടുക്കിയ പട്ടയഭൂമിയിലൂടെയാണ്. പുഴ ഒഴുകിയിരുന്ന സ്ഥലമെല്ലാം ഇപ്പോൾ വൻ ഉരുൾപൊട്ടലിൽ കല്ലും മണലും വന്ന് അടിച്ച് അടിത്തട്ട് ഉയർന്നു പോയിരിക്കുന്നു. കരയെല്ലാം നശിച്ചുപോയി. റോഡുകൾക്ക് ഭീഷണിയായി പുഴ വഴിമാറിപ്പോയിരിക്കുന്നു. ഒന്നും ഇവിടെ ശരിയായിട്ടില്ല, ഒന്നും ശരിയാക്കിയിട്ടില്ല. കണ്ണൂർ ജില്ലയുടെ കൊട്ടിയൂർ ഭാഗം മുഴുവൻ കഴിഞ്ഞ പ്രളയത്തിൽ തകർന്നു പോയിരുന്നു. എണ്ണിയാലൊടുങ്ങാത്ത ഉരുൾപൊട്ടലുകൾ നാട്ടിലും കാട്ടിലും, വനത്തിലെ മലമേടുകൾ ഇടിഞ്ഞു തകർന്ന് പുഴയിലൂടെ നാട്ടിൻ പുറത്തു വന്നു. പിന്നെ പല പ്രദേശങ്ങളും തകർന്ന് തരിപ്പണമാക്കി. നെല്ലിയോടി എന്ന ഗ്രാമം മുഴുവൻ ഇപ്പോഴും തകർന്നു നിൽക്കുകയാണ്. നെല്ലിയോടിയിൽ താമസം പോലും ഇപ്പോൾ അതീവ ഗുരുതരവും അപകടകരവുമായ അവസ്ഥയിലാണ്. കണ്ണൂരിന്റെ മനുഷ്യമക്കൾ ഇങ്ങനെ കണ്ണീര് കുടിച്ച് ഭീകരമായ കെടുതിയിലും നഷ്ടത്തിലും കഴിയുമ്പോൾ നെറ്റിയിൽ പോറാനുള്ള കാൽക്കാശ് ഇവരിൽ മഹാഭൂരിപക്ഷത്തിനും കിട്ടിയില്ല. നഷ്ടം വന്നവരുടെ കണക്ക് പോലും എടുത്തിട്ടില്ല. ഭൂമി പോയവർക്ക് നഷ്ടം പോയിട്ട് കണക്കെടുപ്പ് പോലും നടത്തിയില്ല. ഈ നാട്ടിൽ MLA കോൺഗ്രസുകാരനായ സണ്ണി ജോസഫ് എന്നയാളാണ്. ഇവിടുത്തെ MP ഇപ്പോൾ വീണ്ടും ജനവിധി നേടുന്ന PK ശ്രീമതി എന്ന CPM കാരിയും. എന്നിട്ടും ഒരു ഉപകാരവും ഇതുവരെയില്ല. ഭൂമിയും കിടപ്പാടവും പോയവർ കരഞ്ഞ് ഈ ജന്മം തീർക്കുന്നതല്ലാതെ ഇതെല്ലാം ആരോട് പറയാനാണ്? ആലപ്പുഴയിലും പത്തനംതിട്ടയിലും കൊച്ചിയിലും ദുരിതത്തിൽപ്പെട്ടവർക്ക് കുറച്ചൊക്കെ സഹായം കിട്ടിയപ്പോൾ കണ്ണൂരിന്റെ മക്കളെ പറ്റിച്ചു. വിപ്ലവം പറയുമ്പോൾ മനസ്സിൽ ഉരുട്ടിയ ആകാശത്തേക്ക് മുഷ്ടിയെറിഞ്ഞ് ഇൻക്വിലാബ് വിളിക്കാൻ കണ്ണൂർ ദേശമുണ്ടാകും. രക്തസാക്ഷികളെ ഉണ്ടാക്കിയും കൊല്ലിച്ചും ചോര ചുവപ്പിൽ ഈ കണ്ണൂർ ദേശത്തെ നിർത്തും. എന്നാൽ പ്രളയത്തിന്റെ ഫണ്ട് വീതം വെച്ചപ്പോൾ നൈസായി അങ്ങ് കണ്ണൂരുകാരെ അടിമുടി പറ്റിച്ചു. ഭൂമി പോയവർക്കും വീട് പോയവർക്കും വീടുകളിൽ വെള്ളം കയറിയവർക്കും ഒന്നും കിട്ടിയില്ല. കണ്ണൂർ എന്താ കേരളത്തിലല്ലേ? കണ്ണൂരിൽ ദുരിതം അനുഭവിച്ചവർക്ക് കൂടി ഈ ലോകത്തെ ജനങ്ങൾ ഏൽപ്പിച്ച പണം എവിടെ പോയി? നൂറുകണക്കിന് കോടികളാണ് കണ്ണൂരിന്റെ നഷ്ടം. ആറളം, കരിക്കോട്ടക്കരി, ചുങ്കക്കുന്ന്, കൊട്ടിയൂർ, പൽച്ചൂരം, അമ്പായത്തോട്, നെല്ലിയോട് എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് ഈ നാടിന് കിട്ടേണ്ട ഫണ്ടും സഹായവും പണവും എവിടെയാണ്? കേരള സർക്കാരിനെ വിശ്വസിച്ച് ഈ ലോകത്തിലെ ജനങ്ങൾ ഏൽപ്പിച്ചത് 3861.98 കോടി രൂപയാണ്. ഇതുകൂടാതെ കേന്ദ്രം 3500ഓളം കോടി രൂപയുടെ കേന്ദ്ര ഫണ്ടും നൽകിയിരുന്നു. ഇതിൽ ഇതുവരെ കേരള സർക്കാർ 1849.35 കോടിയാണ് ചിലവിട്ടത്. ഇങ്ങനെ 1849.38 കോടി ചിലവിട്ടതിൽ കണ്ണൂരിന് എന്താണ് കിട്ടിയത്? ജനങ്ങൾ ഇങ്ങനെ കണ്ണീരും കയ്യുമായി കഴിയുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട പ്രളയ ഫണ്ട് എങ്ങനെ കിട്ടാതെ പോകുന്നു? ചില്ലിക്കാശ് പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവരാണ് കണ്ണൂരിൽ മഹാഭൂരിപക്ഷവും. 2012.63 കോടി രൂപ നാട്ടുകാർ പിരിച്ച് കേരള സർക്കാരിന് നൽകിയത് ഇനിയും ചിലവാക്കാതെ ബാക്കിയാണ്. അതുകൂടാതെ കേന്ദ്ര ഫണ്ടുമുണ്ട്. ഇതൊക്കെ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടിയാണ് ബാക്കി വെച്ചിരിക്കുന്നത്? അതെല്ലാം എടുത്ത് തകർന്നു പോയ ജനങ്ങൾക്ക് നൽകിയാൽ പുണ്യം കിട്ടും. പണം നൽകിയവർ അന്ന് സഹായം നൽകിയതിന്റെ ഉദ്ദേശങ്ങളൊന്നും ഇവിടെ നടപ്പായിട്ടില്ല. കണ്ണൂരിൽ തകർന്ന ഒരു പ്രദേശത്തും ഫണ്ടും സഹായവും എത്തിയിട്ടില്ല. പാലവും പുഴകളും എല്ലാം തകർന്നു നിൽക്കുകയാണ്. ഭൂമി പോയവർ, വിളകൾ നഷ്ടപ്പെട്ടവർ എല്ലാം ഇവിടെയുണ്ട്. ഒരിക്കൽ വെള്ളത്തിൽ കിടന്ന അവർക്ക് ലോക മലയാളികൾ ദാനമായി നൽകിയ പണം ഇവിടെ കിട്ടിയില്ല എന്നറിയുമ്പോൾ പ്രളയത്തിൽപ്പെട്ട എല്ലാവർക്കും അത് വിഷയമുണ്ടാക്കുന്നു. ചില്ലിക്കാശ് പോലും പ്രളയ സഹായം ലഭിക്കാത്ത ജനങ്ങൾ കിഴക്കൻ കണ്ണൂരിൽ തകർന്നു കഴിയുകയാണ്. നഷ്ടം അവരുടെ കാഴ്ചയും ഇന്നത്തെ സ്ഥിതിയും കണ്ണീരണിയിക്കുന്നതാണ്. ഈ ജനങ്ങളുടെ രോദനം ആരു കാണാനാണ്? ഏത് ചെവിയിലെത്തിക്കാനാണ്? കേരളം ഭരിക്കുന്നവർ ഈ കണ്ണീര് കൂടി തുടച്ചു നീക്കണം. 6000 കോടിയോളം വരുന്ന പ്രളയ ഫണ്ടിന്റെ കുറച്ചെങ്കിലും ഇവർക്ക് നൽകണം. 2012 കോടി കേരള സർക്കാരിന് മലയാളികൾ പട്ടിണി കിടന്നും മുണ്ടും മുറുക്കിയുടുത്തും നൽകിയ പണം ചിലവാക്കാതെ കിടക്കുകയാണ്. പ്രളയത്തിൽ തകർന്ന കണ്ണൂരിലെ സാധുക്കൾക്ക് ഇതിൽ ഇത്തിരി കോടി കൊടുത്താൽ പിണറായി വിജയന് മഹാമനസ്കത ഉണ്ടാകും. വിപ്ലവം ജനിച്ചു വീണ ഭരണപിതാക്കന്മാരുടെ ചുവന്ന മണ്ണിൽ പോലും പ്രളയത്തിൽ തകർന്നവർക്ക് സഹായം എത്തിയിട്ടില്ല. ഇനി നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകി വന്ന സഹസ്ര കോടികളുടെ കണക്ക് കൂടി ഒന്ന് കേൾക്കാം. വ്യക്തികൾ നൽകിയത് 2600 കോടി രൂപയാണ്. ശമ്പളത്തിൽ നിന്നും പിടിച്ചത് 834 കോടിയോളം. ഫെസ്റ്റിവൽ അലവൻസിൽ നിന്നും പിടിച്ചത് 117 കോടി. ബിവറേജസ് കോർപ്പറേഷനിൽ മദ്യം വാങ്ങിയ ആളുകളിൽ നിന്നും പിരിച്ച അധിക നികുതി 308 കോടിയോളം.
പിരിച്ച പണം ഇനി എന്നാണ് ദുരിതബാധിതർക്ക് നൽകുക? എന്താണ് ഇത്ര താമസം? സർക്കാർ പദ്ധതി ഉണ്ടാക്കാൻ മറ്റു പണം കണ്ടെത്തണം. വെള്ളത്തിൽ കിടന്ന തകർന്ന മനുഷ്യർക്ക് ലോകം നൽകിയ ദാനവും കാരുണ്യവും എടുത്ത് നാട് നന്നാക്കേണ്ട. ദുരിതബാധിതർക്ക് ഈ ലോകം നൽകിയ പണം അവർക്ക് നൽകണം. അത് എന്തിനാണ് ചിലവഴിക്കാതെ വെച്ചിരിക്കുന്നത്? ഇതാ മെയ് മാസം വരുന്നു. വേനൽ മഴയും പുതുമഴയും തുടങ്ങുന്നു. അടുത്ത കാലവർഷം വരുന്നു. ഇനി എന്നാണ് ഈ ജനങ്ങളെ പഴയ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്നത്? എന്നാണ് കേരളം പുനർനിർമ്മാണം നടത്തുന്നത്? അടുത്ത കാലവർഷത്തിന് കാർമേഘങ്ങൾ ആകാശത്തേക്ക് വരാൻ തുടങ്ങിയിട്ടും മന്ത്രിമാർക്കും ഭരണക്കാർക്കും കുലുക്കമില്ല. ഡാം നിറയുന്നത് നോക്കിയിരുന്ന് ഒറ്റ തുറക്കൽ നടത്തിയതുപോലെ കാർമേഘങ്ങൾ മഹാമാരിയായി ഇനിയും പെയ്തിറങ്ങും വരെ ഈ നിസ്സംഗതയും കച്ചവട രാഷ്ട്രീയവും ജനത്തെ കഴുതയാക്കലും ഈ നാട്ടിൽ തുടരുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.